الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ, അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കാൻ സർവ്വ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. എത്ര വയസ്സായി എനിക്ക്? എത്ര കാലമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇനി എത്ര കാലം എനിക്കുണ്ട്? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മാത്രം എനിക്കും നിങ്ങൾക്കും ആൻസർ പറയാനാവില്ല. എത്ര കാലം ജീവിച്ചു എന്ന് കൃത്യം വേണമെങ്കിൽ കണക്ക് പറയാം, കൊല്ലം പറയാം, മാസവും ദിവസമൊക്കെ കണക്കൂട്ടി പറയാം. ഇനി എത്ര നമ്മുടെ മുമ്പിലുണ്ട് അതിന് മറുപടി പറയാനാവില്ല, ഒരാൾക്കും ആവില്ല. അത്രത്തോളം ഗ്യാരണ്ടിയില്ലാത്ത മനുഷ്യരാണ്, സൃഷ്ടികളാണ് നമ്മൾ. എങ്കിൽ പരലോക കോടതിയിലെത്തുമ്പോൾ, റഹ്മാനായ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ തിന്മയുടെ റെക്കോർഡ് നിറഞ്ഞിരിക്കുന്നു. നന്മയുടെ റെക്കോർഡിൽ വരവ് വെക്കാൻ കാര്യമായി ഒന്നുമില്ല. കാരണം നന്മ കേൾക്കുന്നത് പുച്ഛമായിരുന്നു, നന്മ പറയുന്നവരോട് പരിഹാസമായിരുന്നു, നന്മയുടെ ഉപദേശങ്ങൾ നടത്തുന്ന ആളുകളോട് എപ്പോഴും വെറുപ്പായിരുന്നു. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ നടക്കൂ. നിങ്ങളുടെ ആ ഇസ്ലാമും ആ ഈമാനുമൊക്കെ തീവ്രവാദമാണ്. അതൊന്നും ഇവിടെ പറയണ്ട. മനുഷ്യ ജീവിതത്തിന് മനുഷ്യരൊന്ന് സ്വൈരമായി ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കണ്ണ് ചിമ്മിയേ പറ്റൂ എന്നൊക്കെയുള്ള ദുർന്യായങ്ങൾ പറഞ്ഞ്, റഹ്മാനായ റബ്ബ് തന്ന ഓക്സിജൻ ശ്വസിച്ച്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന ഭക്ഷണം കഴിച്ച്, അവൻ തന്ന വസ്ത്രമുടുത്ത്, അവന്റെ ധനം കൊണ്ടുണ്ടാക്കിയ വീടിൽ സുഖകരമായി താമസിച്ച് ഈ ലോക ജീവിതം അങ്ങനെ തള്ളി നീക്കി അവസാനം മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നുകൊടുത്ത് വിലാപത്തോടുകൂടി പൊട്ടിക്കരയലോടുകൂടി അടികളും പ്രഹരങ്ങളും ഏറ്റുവാങ്ങിയിട്ട് നാളെ മഹ്ശറിൽ ജനകോടികളുടെ മുമ്പിൽ ഏറ്റവും വലിയ അപമാനിതനായിക്കൊണ്ട് നരകത്തിയിൽ വീഴുന്ന ഒരു രംഗം അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് ഫാത്തിറിലൂടെ. ഓ സഹോദര, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേ. അള്ളാഹു പറയാണ് സൂറത്തുൽ ഫാത്തിർ, ഇപ്രകാരമാണോ നജ്സി, ഞാൻ പ്രതിഫലം കൊടുക്കുന്നത് കുല്ല കഫൂർ, സർവ നന്ദി കെട്ടവന്മാർക്കും. ജീവിതത്തിൽ ഒരുപാട് വാരിക്കോരി കൊടുത്തു, എന്നിട്ട് അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. അവൻ എല്ലാത്തിനോടും പുച്ഛം, എന്തിനോടും പരിഹാസം. എല്ലാം അവന്റെ ഇഷ്ടം, അവന്റെ ഭാര്യയുടെ ഇഷ്ടം, ബാപ്പന്റെ ഇഷ്ടം, ഉമ്മന്റെ ഇഷ്ടം, ആൾക്കാരുടെ ഇഷ്ടം, നാട്ടുകാരുടെ ഇഷ്ടം. എന്റെ ഇഷ്ടത്തെ മാത്രം നീ വകവെച്ചില്ല, എന്റെ താല്പര്യത്തെ മാത്രം നീ വകവെച്ചില്ല. മറ്റുള്ളവരുടെയൊക്കെ ഇഷ്ടം നേടലായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ നീ അർമാദിച്ചു നടന്നു. കഫൂർ, നീ അങ്ങേയറ്റം നന്ദികേട് കാണിച്ചുകൊണ്ട് നീ ജീവിച്ചവനാണ്. നിനക്കുള്ള പ്രതിഫലം തന്നെയാണ് ഈ നരകം. വഹും യസ്തരിഖൂന ഫീഹാ. ആ സമയത്ത് ആ പാപികൾ, നന്ദികെട്ട മനുഷ്യന്മാർ, ആയുസ് റബ്ബിന്റെ തൃപ്തിയിലേക്ക് ഉപയോഗപ്പെടുത്താതെ ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള പാപികൾ നരകത്തിയിൽ വെച്ച് ആർത്ത് നിലവിളിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വഹും യസ്തരിഖൂന ഫീഹാ. ഇസ്തറഖ എന്ന് പറഞ്ഞാലേ സാധാ കരച്ചിലൊന്നുമല്ല. എവിടെ കേൾക്കുന്നറിയോ? ആകാശം മുട്ടുമാർ ഉച്ചത്തിലുള്ള അതിഗൗരവമായ പൊട്ടിക്കരയലാണ്. വഹും യസ്തരിഖൂന ഫീഹാ. എന്താ ആവശ്യം? നിലവിളിച്ചുകൊണ്ടൊരാവശ്യമുണ്ട്. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ വന്ന് പുറത്തേക്കിട്ടതായോ. എന്തിനാണ്? നഅമൽ സാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, മുമ്പൊക്കെ അത് ചെയ്യണം എന്ന് കേട്ടപ്പോഴും പറഞ്ഞപ്പോഴും പഠിച്ചപ്പോഴുമൊക്കെ അതിനോട് പുച്ഛമായിരുന്നു, അതിനോട് പരിഹാസമായിരുന്നു, വെറുപ്പായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയവരാണ് ഞങ്ങൾ. ഇനിപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊരു മോഹമുണ്ട്. ഒന്ന് പുറത്തേക്കിട്ട് തരുമോ ഈ ശിക്ഷയില്ലെന്ന്? ആ ചോദ്യം കേൾക്കുമ്പോൾ റഹ്മാനായ റബ്ബിന് വല്ല അലിവും തോന്നുന്നു. അവൻ ആ സമയത്ത് ഏതെങ്കിലും നിലക്കുള്ള ഒരു കരുണ നമ്മളോട് ആ സമയത്ത് തോന്നുമോ? കാരണം അവൻ റഹ്മാനാണ്. അതുകൊണ്ട് ഇവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ നിനക്ക് അവിടെ അത് വരുന്നു. അതുകൊണ്ട് അടുത്ത ചോദ്യം, അവനോട് തിരിച്ചുള്ള ചോദ്യം,
അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയിരുന്നില്ലയോ? എത്രത്തോളം ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകി. മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ താല്പര്യമുള്ളവർക്ക് അതിനൊക്കെ വലിയ തൗഫീക്ക് കിട്ടുന്ന വിധത്തിലുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ? മാത്രമല്ല വജാഅകുമുൻ നദീർ, താക്കീതുകാര് നിങ്ങളുടെ മുമ്പിൽ വരികയും ചെയ്തിരുന്നില്ലയോ? എടോ, നിന്റെ ആയുസ്സിന് ഇപ്രകാരമൊക്കെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ അമ്പിയാക്കൾ ലോകത്ത് വന്നിരുന്നില്ലയോ? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. അതുകൊണ്ട് ഇനി വേറെ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഫദൂഖൂ, ആസ്വദിച്ചടോ നരകത്തി, കത്തിപ്പൊളിഞ്ഞോ നീ ആസ്വദിച്ചോ. ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ഒരു സഹായവുമില്ല. അക്രമികൾ എന്നാ പറയുന്നത്. ഒരു സഹായവും കിട്ടൂല. റഹ്മാനായ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദര, ഇത് ഞാനും നിങ്ങളും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വളരെ കൃത്യമായ വചനമാണ്. ഒന്ന് പോയിട്ട് പഠിച്ചു നോക്കൂ. ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത് മറിച്ചിട്ടൊന്ന് നല്ലോണം ഇരുന്ന് ആലോചിച്ച് കരയേ. ഹൃദയത്തിലേക്കൊരു നൂറ് കയറട്ടെ, ഒരു വെളിച്ചം കയറട്ടെ. എന്നിട്ട് നാളെ പരലോകത്ത് റബ്ബ് ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലടോ എന്ന ചോദ്യത്തിന് ഇടവരാത്ത വിധത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ സന്തോഷത്തോടെ എത്താനും അവനെ കണ്ണിറയെ കാണാനുമൊക്കെയുള്ള തൗഫീഖിന് വേണ്ടി ഇവിടെ റബ്ബിന് പൊരുത്തുള്ള മാർഗത്തിലൂടെ മാത്രം ചെലവഴിക്കുക. അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് പുറത്തു തരുമാറാകട്ടെ.